പ്രവേശിപ്പിക്കില്ല എന്നാണോ, ആ നിലപാടാണോ മാനേജ്മെന്റിന്? നോക്കൂ, ഇതിനകത്ത് കുട്ടി ഹിജാബ് ധരിച്ചെത്തിയ ദിവസങ്ങളിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചോ? യു ആൻസർ മീ. പ്രവേശിപ്പിച്ചിരുന്നു. സോ ദർ വാസ് നോ intention on the part of the school authority to create a rift on that. അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനോ അതിനകത്തൊരു വിഷയം ഉണ്ടാക്കാനോ സ്കൂൾ മാനേജ്മെൻറ്റ് ആഗ്രഹിച്ചിരുന്നില്ല. സ്കൂൾ മാനേജ്മെൻറ്റ് വ്യക്തമായും കൃത്യമായും പറഞ്ഞത് സ്കൂളിനൊരു യൂണിഫോം കോഡുണ്ട്. ദാറ്റ് ഈസ് ഫോർ ടു ഒബ്സേർവ് ഇക്വാലിറ്റി എമംഗ് ദ കിഡ്സ്, എമംഗ് ദ ചിൽഡ്രൻ. ഇക്വാലിറ്റിയും സെക്കുലാരിസവും യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ ഇൻകുൾക്കേറ്റീവായിട്ട് കുട്ടികൾക്കുള്ളിൽ തന്നെ, കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു തുല്യതാബോധം. നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് വെച്ചാൽ ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളിലായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ. ഇപ്പൊ ഈ ശിരോവസ്ത്രം ധരിക്കുമ്പോൾ ആ ശിരോവസ്ത്രത്തിന് കൃത്യമായി യൂണിഫോം അനുസരിച്ചുള്ള നിറവും അല്ലെങ്കിൽ അതിന്റെ ഡിസൈനും ചെയ്യാം സ്കൂൾ മാനേജ്മെന്റ് അങ്ങനെ പറയുന്നുണ്ട്. It is for the school management to decide as to what is their uniform policy of the school. അത് സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യട്ടെ. ആൻഡ് ഇഫ് at all any adverse thing on that, let the court decide on it. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിനെതിരെ നിങ്ങൾ കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചത്. ഡെഫിനറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിൽ ഇല്ലീഗാലിറ്റീസ് ഉണ്ട്, ഇല്ലീഗൽ ഫൈൻഡിങ്സ് ഉണ്ട്. അഡ്വേഴ്സ് ടു ദ ഫാക്ട്സ് ആണ് ഫൈൻഡിങ്സ് എല്ലാം പോയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാതെയുള്ള നിലപാടായിപ്പോയി വിദ്യാഭ്യാസ വകുപ്പിൻ്റെത്. ഹിജാബ് ധരിച്ച് എത്തിക്കോട്ടെ കുട്ടി, അത് സ്കൂളിന് അതിന്റെ നിറമൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ ഓർഡറിലുണ്ട്. അത് നിങ്ങൾ അതിന് എതിരാണ്? സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഓർഡറിനെ നമ്മൾക്ക് അതിനകത്ത് എതിർപ്പുണ്ടെങ്കിൽ വാട്ട് ഈസ് ടു ബി ഡൺ? They have to approach the court. മാനേജ്മെൻറ്റും സഭാ അധികാരികളുമായിട്ട് സംസാരിച്ച് ഡിസൈഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ആൻഡ് they have to approach the court for the reason that the order is completely based on errors. ഫാക്ട്സ് അല്ല ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഓർഡർ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അപ്രോച്ച് ചെയ്യുന്നു. ഈ ഓർഡറിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ഏതെങ്കിലും സംഘടിത നീക്കങ്ങൾ ഉണ്ടാവുമോ? അത് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണം. കുട്ടിയുടെ പിതാവായിട്ട് സംസാരിക്കുന്നുണ്ടോ? കുട്ടിയുടെ പിതാവുമായിട്ട് അമിക്കബിളി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഡിസിഷനിലായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. കുട്ടിയുടെ പിതാവ് അതിന് റെഡിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ എല്ലാ ചാനലുകളും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഞാനും അത് കണ്ടിട്ടുള്ളതാണ്. സോ ഇതൊരു കേരളത്തിലെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ട തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബട്ട് വാട്ട് പെർപെട്രേറ്റഡ് ദ മിനിസ്റ്റർ ടു സ്റ്റേറ്റ് സോ ഈസ് ടു ബി സീൻ. മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ നോട്ട്, ഒരു ഇത് എന്തുകൊണ്ട് ഇത് ഒത്തുതീർപ്പാക്കുന്നു എങ്കിൽ ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞ് സ്കൂൾ മാനേജ്മെൻറ്റിനെ ഇന്നലെ എനിക്ക് തോന്നുന്ന വൈകുന്നേരം മിനിസ്റ്ററുടെ സെക്രട്ടറിയെയും കോൺടാക്ട് ചെയ്യാൻ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം ശ്രമങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഓർഡർ പാസ്സാക്കിയ വിവരം ഇവരെ അറിയിച്ചത് ഇന്ന് 9:15 ബാക്കിയുള്ളത് അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ ഡിക്ലറേഷൻസ് ഉണ്ട്. അത് നോർമലി എല്ലാ സ്കൂളുകളിലും സ്കൂളിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. സ്കൂൾ ഡയറിയിൽ സ്കൂളിൻ്റെ യൂണിഫോം എന്താണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം എഴുതി വാങ്ങും പേരൻസിൻ്റെ കയ്യിൽ നിന്ന്. കാരണം തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ യൂണിഫോം കോഡ് എന്താണെന്നുള്ളത് ഈ സ്കൂളിലെ തന്നെ ഡോക്യുമെൻറ്റ്സിൽ നിന്ന് വ്യക്തമാണ്. ആൻഡ് മോർ ഓവർ ഇൻ ദിസ് മാറ്റർ വിദ്യാഭ്യാസ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞ സിസ്റ്റേഴ്സിൽ നിന്ന് പല കുട്ടികളും സ്കൂൾ ഫീസ് അടയ്ക്കാത്ത കുഞ്ഞുങ്ങൾ പോലും 2-3 വർഷമായിട്ട് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളുടെ പോലും അവർ പോലും എക്സാംസ് എഴുതുന്ന ഒരു സർവീസ് ഓറിയൻറ്റഡായ സ്കൂളാണിത്. സോ അത്തരം കുട്ടികളെ വേണേൽ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാം, അത് അവരുടെ റൈറ്റാണ് മാനേജ്മെൻറ്റിൻ്റെ. എങ്കിൽ പോലും കഴിഞ്ഞ വർഷം സ്കൂൾ ഫീസ് അടയ്ക്കാത്ത, ഈ വർഷം സ്കൂൾ ഫീസ് അടയ്ക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ അധ്യയനം നേടുന്നു. അവരെ ഈ സ്കൂൾ പറഞ്ഞു വിട്ടിട്ടില്ല. സോ പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഇത്തരത്തിലൊരു ഡിറക്ഷൻ കൊടുത്ത് തീർന്ന് എരിഞ്ഞടങ്ങി
കത്തി തീർന്ന ഒരു വിഷയത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചത് എന്താണെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയട്ടെ. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഈ മെയിലിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് സ്കൂളിനെതിരെ പ്രചരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അതുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല.